നിധിയുടെ അച്ഛൻ സുഭാഷിനെയും കൂട്ടി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തുമ്പോൾ ഭാസ്കരൻ കൊലായിൽ തന്നെ മദ്യക്കുപ്പികളൊക്കെ നിരത്തി വെച്ചിട്ട് എണ്ണുന്നുണ്ടാവും. സുഭാഷ് വേഗം വന്നിട്ട് പറയും, അച്ഛാ എന്തായി കാണിക്കുന്നത്? ഒരാൾ വന്ന് കണ്ടില്ലേ, അതാരാന്നറിയോ? നിധിയുടെ അച്ഛനാ. ഇതൊന്നും അവർ കാണണ്ട, വേഗം പെറുക്കി ഒഴിവാക്കാമെന്ന് പറയും. സുഭാഷും അത് വേഗം കവറിൽ നിറയ്ക്കുകയാണ്. ഡ്രൈവറോട് നിധിയുടെ അച്ഛൻ പറയും, നീ പൊയ്ക്കോ, കാറ് ഞാൻ കൊണ്ടുവന്നോളാം. സുഭാഷ് നിധിയെ വിളിക്കും, മോളെ നിധി, ആരാ വന്നത് നോക്കിയേ. നിധിയുടെ അച്ഛനോട് പറയും, ഞാൻ മുന്നിൽ കയറി നിൽക്കാം, നിധി വരുമ്പം തന്നെ കാണണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നിധിയുടെ അച്ഛൻ അതിന് സമ്മതിക്കും. നിധി വരുമ്പോൾ സുഭാഷിനെ മാത്രമേ കാണുന്നുള്ളൂ. നിധി ഇങ്ങനെ സുഭാഷിനെ നോക്കിക്കൊണ്ടിരിക്കും. സുഭാഷ് മാറുമ്പോൾ അച്ഛനെ കണ്ട് നിധി ഞെട്ടാണ്. നിധി വിഷമം കൊണ്ട് കരയും. അച്ഛനെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നിധിയുടെ അച്ഛൻ പറയും, എൻ്റെ മോളെ കാണാൻ, അല്ലാതെ വേറെ എന്തിനാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നത്. നിധി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ്. സുഭാഷ് പറയും, മോളെ അച്ഛനെ പുറത്ത് നിർത്താതെ അകത്ത് കൊണ്ടുപോയി സംസാരിക്കുക. അവർ അകത്തേക്ക് പോവാണ്. നികേഷ് ഭാസ്കരനോട് ചോദിക്കും, ഒരാൾ വരുമ്പോഴെങ്കിലും കുറച്ച് മര്യാദ കാണിച്ചൂടെ? അതിന് ഞാനെന്ത് മര്യാദ കേടാണ് കാണിച്ചത്? ഇപ്പം തന്നെ ബീഡി വലിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഭാസ്കരൻ പറയും, എനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ബീഡി വലിക്കുകയാണ്. അകത്തിരിക്കുമ്പം തന്നെ അച്ഛൻ ചുറ്റുമൊന്ന് നോക്കും. നിധി ചോദിക്കും, അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അച്ഛൻ പറയും, ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല, ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്നിരുന്നു, അപ്പോഴാ സുധീഷിനെ കണ്ടത്, അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. സുഭാഷ് ചോദിക്കും, സുധീഷ് എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? അച്ഛൻ പറയേ, അങ്ങനെയൊന്നും പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ദേഷ്യം തോന്നിയിരുന്നു, ഞാൻ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ അയാളൊന്നും മിണ്ടിയില്ല. സുഭാഷ് അടുക്കളയിൽ പോയിട്ട് അച്ഛനെ വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. ചായ കുടിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ നിധിയുടെ അച്ഛൻ പറയും, അതിനെന്താ, ചായയൊക്കെ കുടിക്കും. നിധി പറയും, ഏട്ടാ ഞാനുണ്ടാക്കാം ചായ. സുഭാഷ് പറയും, വേണ്ട മോളെ, അച്ഛൻ ആദ്യമായിട്ട് വന്നതല്ലേ, മോള് സംസാരിക്കേ, ഞാനുണ്ടാക്കിക്കോളാം. സുഭാഷ് പോയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. നികേഷിനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കും, ഇതാരാ? നിധി ആ വീട്ടിലുള്ളവരുടെ പേരൊക്കെ അച്ഛന് പറഞ്ഞു കൊടുക്കും. നിധിയുടെ അച്ഛൻ അവിടെ നിന്ന് കുറേ ഫിലോസഫിയൊക്കെ പറയാണ്. സുഭാഷിനോട് പറയും, ചായ നന്നായിട്ടുണ്ട് കേട്ടോ. നിധി പറയും, സുഭാഷ് ഏട്ടനെ എല്ലാം ഉണ്ടാക്കും, ഞാൻ വന്നതിന് ശേഷം സുഭാഷ് ഏട്ടൻ കഴിപ്പിച്ച് ഇപ്പോൾ എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. നിധിയുടെ അച്ഛനൊരു കോള് വരുമ്പോൾ സുഭാഷ് നിധിയോട് ചോദിക്കും, അച്ഛൻ ഫുഡ് കഴിക്കാനുണ്ടാവില്ലേ? കോള് കഴിഞ്ഞിട്ട് നിധിയുടെ അച്ഛൻ പറയും, എന്താ ഒരു സ്വകാര്യം, എന്നോട് ചോദിച്ചാൽ പോരെ സുഭാഷേ, ഞാൻ ഫുഡ് കഴിക്കാനുണ്ടാവും, സുഭാഷിൻ്റെ കൈപ്പുണ്യം ഒന്ന് അറിയണമല്ലോ. സുഭാഷ് സുധിയെ വിളിക്കാൻ പറയുമ്പോൾ അച്ഛൻ പറയും, ഏയ് അതൊന്നും വേണ്ട, ഞാനിപ്പോൾ കണ്ടിട്ടാണല്ലോ വരുന്നത്, അവൻ ജോലിയിലാണ്, അത് കഴിഞ്ഞോട്ടെ, ഞാനിപ്പോഴൊന്നും പോകുന്നില്ല. രാത്രിയാകുമ്പോൾ വീടിൻ്റെ പുറത്തിരുന്ന് നിധിയോട് സംസാരിക്കുകയാണ് അച്ഛൻ. ഈ വീടും സ്ഥലമൊക്കെ ഇവരുടെയാണോ? നിധി പറയും, വീട് ഇവരുടെയാണ്, സ്ഥലത്തിന് ഇവരുടെ ഫാമിലിയിലെ അനിയത്തിക്കും ഏട്ടനും എന്തോ വിഹിതം ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ ചോദിക്കും, മോളെ നീ എങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? 4-5 ആണുങ്ങൾ മാത്രമുള്ളൊരു വീട്, ഒരു വീടിൻ്റെ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്തൊരു വീടാണ്. നിധി പറയും, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാസ്കരൻ അങ്ങോട്ട് വരികയാണ്. ഭാസ്കരൻ ചോദിക്കും, എന്താ പെട്ടെന്നൊരു ചേഞ്ച്? എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ ഭാസ്കരൻ കിടക്കുന്ന കട്ടിൽ വന്നിരിക്കുകയാണ്. പേര് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭാസ്കരൻ. എന്ത് പറ്റി പെട്ടെന്ന്? മകളെ കാണാൻ വേണ്ടി ഉള്ളു തുടിച്ചോ? നിധിയുടെ അച്ഛൻ പറയും, അതെ.